അപ്പോൾ ഇന്ന് പൂക്കാത്ത ഏതടീനെയോ ഇതുപോലെ നിറച്ച് പൂവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. 100% റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ 2 അടീനിയം കുട്ടന്മാരെ ഒന്ന് പ്രൂൺ ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പുതിയതോ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ബ്ലേഡോ കത്തിയോ എന്തെങ്കിലും നമുക്ക് വേണം. എന്നിട്ട് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു മാക്സിമം ഹൈറ്റ് താത്തിയാണ് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എക്സസ്സായിട്ട് നമുക്ക് വേണ്ടാത്ത ഹെൽത്തി അല്ലാത്ത ബ്രാഞ്ചസൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ മെയിൻ സ്റ്റെമ്മും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വൈറ്റ് ലിക്വിഡ് പോലത്തെ സാധനം ഒരു തുണി വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് സാഫാണ് പുരട്ടി കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ സാഫാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ സാഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റി എല്ലായിടത്തും നല്ല രീതിക്ക് സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റ്സിനും ഇതുപോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂട് മണ്ണ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി കൊടുത്തിട്ട് നമ്മുടെ മാജിക്കൽ വളം 0 കോസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഇതൊക്കെ. ഇത് ചായ ഇട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള തേയിലപ്പൊടിയാണ് ഉണക്കിയത്. ഇത് നമ്മുടെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചത്. ഇത് വന്നിട്ട് നമ്മുടെ എല്ലുപൊടിയാണ്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ DAP ഫ്ലവറിങ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് 4ഉം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഏതിൻ്റെ ആണെങ്കിലും ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് ഫ്ലവർ തരുന്ന ഒരു നാച്ചുറൽ വളമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊരു 2 സ്പൂൺ അളവിൽ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.